ഇന്ത്യയെ പ്രകോപിപ്പിച്ചതിലൂടെ പാകിസ്ഥാന് IMFിൽ നിന്നും 8500 ബില്യൺ ഡോളറാണ് ലഭിച്ചത്. ഇപ്പോൾ ആ പണം ലഭിച്ചപ്പോൾ ഷഹബാസ് ഷെരീഫിനൊക്കെ വളരെ താങ്ങും തണലുമായി എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യ ആ ഒരു പണം കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പല കളികളും കളിച്ചെങ്കിലും ഒരു രാജ്യത്തിന്റെ തകർച്ച കാണുമ്പോൾ സ്വാഭാവികമാണ് മറ്റ് രാജ്യങ്ങളൊക്കെ അതിനെ ആ ഒരു അനുകൂലിച്ച് നിന്നുകൊണ്ട് സഹായം കൊടുക്കാം എന്നുള്ള വാഗ്ദാനം കൊടുക്കുകയും ആ സഹായം ലഭിച്ചു കഴിഞ്ഞാൽ ഭീകരവാദികളുടെ ആ ഒരു ഭീകര പ്രവർത്തനവും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ള കരാറിലൂടെയാണ് 8500 ബില്യൺ ഡോളർ പാകിസ്ഥാന് IMF കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനിയും ഈ പണം ഉപയോഗിച്ച് ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയെ ആ ഒരു നുഴഞ്ഞക്കയറ്റങ്ങളിലൂടെ ഏതെങ്കിലും ദിശയിൽ പാകിസ്ഥാന്റെ ആ ഒരു ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയോ ഇന്ത്യയിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കുകയോ ചെയ്താൽ അതൊരു യുദ്ധമാണ് എന്നാണ് കണക്ക് കൂട്ടുക. അതുമുതൽ പിന്നീട് ഇപ്പോൾ സംഭവിച്ചതിന്റെ ട്രിപ്പിൾ സ്ട്രോങ്ങിലായിരിക്കും പാകിസ്ഥാൻ അനുഭവിക്കുക എന്ന് നരേന്ദ്രമോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചെറിയ രൂപത്തിൽ ഒരു മാപ്പിലൂടെ തന്നെ ആ കാര്യങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതി അതിനുശേഷം ഇന്ത്യയെ കൂടുതൽ ആക്രമിക്കുകയും സാധാരണക്കാരായിട്ടുള്ള പൂഞ്ചിയിലുള്ള ആ പാവപ്പെട്ട ആളുകളെയൊക്കെ ഷെല്ലാക്രമണത്തിലൂടെ കൊലപ്പെടുത്തുകയും ചെയ്ത ആ ഒരു ഭീകരമുഖത്തെയാണ് നരേന്ദ്രമോദി സർക്കാർ ബ്രഹ്മോസും അതുപോലെ റാഫേലും മറ്റ് മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ഹൃദയഭാഗമായ ആ ഒരു പ്രദേശം തന്നെ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തത്. അതൊരു ഡോസാണ്, ചെറിയൊരു ഡോസാണ്. അപ്പോ ഒരു ബ്രഹ്മോസ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ 10 ബ്രഹ്മോസ് ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആ ഒരു പ്രദേശം മൊത്തം ചുട്ടരിക്കാൻ കരുത്തുണ്ട് എന്നുണ്ടെങ്കിൽ പ്രതിവർഷം 100ലേറെ ബ്രഹ്മോസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ബ്രഹ്മോസ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള പാകിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ സാധാരണക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഒരു പൂരപ്പറമ്പിൽ നമ്മുടെ നാട്ടിലൊക്കെ പറയും കഥന പൊട്ടിക്കുക എന്നാണ് പറയുക. പൂരപ്പറമ്പിലൊക്കെ കഥന പൊട്ടിക്കുക കാണാൻ നല്ല ഭംഗിയാണ്. ആ ഒരു കരിമരുന്ന് പ്രയോഗം നടക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പ്രദേശം തന്നെ കിട്ടുകിട്ടുകിട്ടുകിട്ടുക പറഞ്ഞിട്ട് വിറക്കുന്ന ഒരു സംഭവമുണ്ട്. തൃശ്ശൂർ പൂരത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുന്നംകുളത്ത് ഒരു പാർക്കാടി പൂരമുണ്ട്. 4 ആ ഒരു വയൽപ്പറമ്പിലാണ് 4 ചേരി തിരിഞ്ഞിട്ടുള്ള ആ ഒരു മത്സര ആ ഒരു കരിമരുന്ന് പ്രയോഗം. വളരെ രസകരമായിട്ടുള്ള പൂരത്തിന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്ന തൃശ്ശൂരിന്റെ മണ്ണിൽ ഇത്തരം കാര്യങ്ങൾ ചെറുപ്പം മുതൽ കണ്ടുവളർന്നത് കൊണ്ട് ആ ഒരു കരിമരുന്ന് പ്രയോഗം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ് മനസ്സിൽ. കാരണം ഇത് ഏതെങ്കിലും ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം കത്തിയമരും. അത്രയും കൃത്യമായിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള ആ ഒരു പൊസിഷനിൽ വെച്ച് തന്നെയാണ് ആളൊഴിഞ്ഞ ഭാഗം വയൽപ്പറമ്പിലൊക്കെ വെച്ച് നെൽപ്പാട കൃഷിയിൽ എന്ന് പറയുന്ന ആ ഒരു വയൽപ്പറമ്പിൽ വെച്ചാണ് ഈ ഒരു കരിമരുന്ന് മത്സരമൊക്കെ അവിടെ നടക്കുന്നത്. അപ്പം ചെറുപ്പകാലം മുതൽ നമ്മൾ ഇതിന്റെയൊക്കെ ശബ്ദം കേട്ട് നമുക്ക് ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആ ഭയമൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോയി. പക്ഷേ ഇന്ന് പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു മുൻകൂട്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്തായിരിക്കും നാളത്തെ ജീവിതം, നാളെ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്ത് സഞ്ചരിക്കുക എന്നൊക്കെയുള്ള ആ ഒരു ആശങ്ക മനസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡൗൺ ആയി പോവുകയാണ്. നമ്മളുടെ ആ ഒരു ധൈര്യമൊക്കെ അവസാനിക്കുന്നത് പോലെ തോന്നും.
ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കുമോ നമ്മളെ? കാരണം ഇപ്പോൾ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിച്ച് ഇന്ത്യയിലുള്ള ചില പ്രദേശങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന് ആ ഒരു പ്രത്യേക രൂപത്തിലുള്ള സംസാരമാണ് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി സർക്കാരിനെ ചൊടിപ്പിച്ചത്. ഈ യുദ്ധം തുടങ്ങരുത് എന്ന് പറഞ്ഞുകൊണ്ട് പല പ്രതിപക്ഷങ്ങളും അട്ടഹാസം നടത്തിയെങ്കിലും നമുക്ക് നമ്മുടെ രാജ്യമാണ് എന്ന് മനസ്സിലാക്കിയ മുഗൾ ചക്രവർത്തിമാരുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു നാടിന്റെ അതിൻ്റെ ഏതെങ്കിലും ഒരു ചോരയായിരിക്കുമല്ലോ ഈ പറയുന്ന നരേന്ദ്രമോദിയും ഒക്കെ. അപ്പോ ആ ഒരു ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള ആ ഒരു ആർജവം തന്നെയാണ്, ആ ഒരു ഉശിര് തന്നെയാണ് പാകിസ്ഥാന് നേരെ ഒരിക്കലും കുത്താൻ പാടില്ല. നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു സഹോദരങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള മറുപടി അവരുടെ ആസ്ഥാനത്ത് തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനത്തിലൂടെ നരേന്ദ്രമോദി ആ ഒരു മുൻകൈ എടുത്ത് ആ ഒരു സൈനാധിപന്മാർക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞ് അവർക്ക് ശക്തമായിട്ടുള്ള രൂപത്തിൽ ആ ഒരു ധൈര്യം കൊടുത്ത് അവരെ വിട്ടതും. ഏറ്റവും വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സോഫിയ ഖുറേഷിയും അതുപോലെ തന്നെ മറ്റ് 2 ധീര വനിതകളും ആ സൈന്യത്തിന്റെ മേധാവികളായിട്ട് പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് പോയിട്ട് ആ ഒരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സൈന്യത്തിലുള്ള ഒട്ടുമിക്ക ആ ധീര വനിതകളും അതിശക്തന്മാരാണ്. അവർ മാത്രം മതി നമ്മുടെ ഇന്ത്യയെ നയിക്കാൻ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പുരുഷന്മാർക്ക് ധൈര്യമില്ലാതെയല്ല, പക്ഷെ നമ്മൾ സാധാരണ കാണുന്നത് പുരുഷന്മാർക്കാണ് ഏറ്റവും വലിയ ആ ഒരു ധൈര്യവും സ്ത്രീകൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ചോദിച്ചിരുന്ന ചില ആളുകൾക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് സോഫിയ ഖുറേഷി പോലെയുള്ള ആ ഒരു ധീര വനിതകൾ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യക്ക് കരുത്തേകിയത് എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ അതിവിദഗ്ധമായിട്ട് റാഫേലൊക്കെ പറപ്പിക്കുന്ന മിന്നൽ വേഗതയിൽ പറപ്പിച്ച് കൃത്യം നിർവഹിച്ച ആ ഒരു ധീര വനിതകൾക്ക് നമ്മൾ എങ്ങനെയാണ് അവരെ സല്യൂട്ട് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ അവർക്ക് ആ ഒരു താങ്ക്സ് പറയേണ്ടത് എന്ന് നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ഭയങ്കര അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആ ഒരു ചർച്ചാ വിഷയങ്ങളിലുമൊക്കെ ഇന്നലെ ചർച്ചയിലൂടെയൊക്കെ ഉണ്ടായിരുന്നു, അവരിരുന്ന് സംസാരിക്കുന്നതും മറ്റുമൊക്കെ. അപ്പോ ബ്രഹ്മോസ് യൂണിറ്റ് സൈന്യത്തിന് കരുത്തു കൂട്ടുമെന്നും പ്രതിരോധ മന്ത്രി പറയുന്നു. യുദ്ധം തിരഞ്ഞെടുക്കാതെ പ്രതികാരത്തിനുള്ള തീവ്ര ദേശീയ ആഹ്വാനങ്ങൾ തള്ളിയ മോദി എന്നൊക്കെയാണ് പറയുന്നത്. പ്രശംസിച്ച് ചിദംബരം. എന്താണ് മോദി എന്താണ് തള്ളിയത്? ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരിക്കൽ റാഫേൽ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ പിന്നിൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു പണത്തിൻ്റെ തിരിമറി ചെയ്തു എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ നാവിറങ്ങിപ്പോയി വീണ്ടും വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്.